Hi students, how are you all? Welcome to our SS online class. Are you ready for the class? In previous classes, we are already discussed the more lessons in the second chapter in our politics. Chapter name is Diversity and Discrimination. Do you remember that? First, we will discuss the difference and prejudice. Then, we will discuss the creative stereotypes and more inequality and discrimination. More topics we are already discussed. Yesterday, we took a class on caste-based discrimination. Yesterday, we took a class on caste-based discrimination, on being discriminated against. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സെർട്ടൻ കൈൻഡ് ഓഫ് വർക്ക് ആർ വാല്യൂഡ് മോർ ദാൻ അതേഴ്സ്. ചില വർക്കിന് മറ്റു വർക്കിനേക്കാൾ വാല്യൂ കൊടുക്കുക, ചില വർക്കിന് വാല്യൂ കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. ആക്ടിവിറ്റീസ് ലൈക്ക് ക്ലീനിങ്, വാഷിംഗ്, കട്ടിങ് ഹെയർ, പിക്കിംഗ് ഗാർബേജ് are seen as tasks that are of less value, and people who do this work are seen as dirty or imber. This belief is an important aspect of the caste system. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുക്കുന്നുണ്ട്, അതുപോലെ എല്ലാ ജോലിക്കും ഒരേ വാല്യൂ കാണുന്നില്ല. അതൊക്കെ കാസ്റ്റ് സിസ്റ്റത്തിലൂടെയാണ് കാണുന്നത് എന്നൊക്കെ നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മളൊരു എക്സാമ്പിളൊക്കെ പറഞ്ഞു. ഗാർബേജ് വില്ലേജ് ക്ലീൻ ചെയ്യുന്ന ആളുകൾ അവരുടെ ചിൽഡ്രനൊക്കെ സ്കൂളിൽ പഠിക്കുന്നത് എങ്ങനെയെന്നൊക്കെ നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടുഡേ വിൽ ഡിസ്കസ് എ ഷോർട്ട് സ്റ്റോറി. Dr. Bhimrao Ambedkar, one of the greatest leaders of India, shares his first experience of caste-based discrimination, which took place in 1901 when he was just 9 years old. എന്താണ് നമ്മൾ ഒരു ചെറിയൊരു അനുഭവം പറയാണ് കേട്ടോ. ഡോക്ടർ ഭീമറാവു അംബേദ്കർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറിയാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡോക്ടർ ഭീമറാവു അംബേദ്കർ, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യ. നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ലീഡറായിട്ടുള്ള ആളായിരുന്നു ഡോക്ടർ ഭീമറാവു അംബേദ്കർ. shares his first experience of caste-based discrimination, which took place in 1901 when he was just 9 years old. അദ്ദേഹത്തിന് 9 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടി വന്നു. അതായത് ജാതി വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ആദ്യ അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയാണ്. ഏത് വർഷത്തിലാണ്? 1901 ഇയറിൽ. 1901 അദ്ദേഹത്തിന് 9 വയസ്സ്, 9 ഇയേഴ്സ് ഓൾഡ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനാണ് പറയുന്നത്. He had gone with his brothers and cousins to meet his father in Koregaon, which is now in Maharashtra. അദ്ദേഹത്തിന് 9 വയസ്സുള്ളപ്പോൾ മഹാരാഷ്ട്രയിലുള്ള മഹാരാഷ്ട്രയിലുള്ള കൊറിഗാവ് എന്നുള്ള പ്ലേസിലേക്ക് എന്തിനു പോവാണ്? അദ്ദേഹം തൻ്റെ ഫാദറെ കാണാനും വേണ്ടിയിട്ട് ബ്രദേഴ്സിൻ്റെയും കസിൻസിൻ്റെ ഒക്കെ കൂടെ കൊറിഗാവിലേക്ക് പോവാണ്. അപ്പോൾ 1901 ഡോക്ടർ ബി ആർ അംബേദ്കറിന് 9 ഇയേഴ്സ് ഓൾഡുള്ള സമയത്ത് മഹാരാഷ്ട്രയിലുള്ള കൊറിഗാവ് എന്ന പ്ലേസിലേക്ക് അദ്ദേഹം ഫാദറെ കാണാൻ വേണ്ടി പോവാണ്. ആരുടെ കൂടെയാണ് പോകുന്നത്? വിത്ത് ഹിസ് ബ്രദേഴ്സ് ആൻഡ് കസിൻസ്. ബ്രദേഴ്സിൻ്റെയും കസിൻസിൻ്റെയും കൂടെ പോവാണ്. Long did we wait, but no one turned up. An hour elapsed and the station master came to inquire. കുറേ സമയം കാത്തുനിന്നിട്ടും ആരും നോക്കിയില്ല, ഒരു തിരിഞ്ഞു നോക്കണമൊന്നും ചെയ്യണില്ല.
അവരെ ആൻ അവർ ഇലാപ്സ്ഡ് ആൻഡ് ദി സ്റ്റേഷൻ മാസ്റ്റർ കം ടു എൻക്വയറി. എന്താ ഒരു മണിക്കൂറൊക്കെ ഒരു 1 hour കഴിഞ്ഞ ശേഷം എന്താണ് സ്റ്റേഷൻ മാസ്റ്റർ അന്വേഷിക്കാൻ വന്നു. ഹി ആസ്ക്ഡ് ആസ് ഫോർ അവർ ടിക്കറ്റ്സ്. അതെന്താണ് ഇവരുടെ ടിക്കറ്റ്സ് അന്വേഷിച്ചു. അവരോട് ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു. വി ഷോട്ട് ദം ടു ഹിം. അവർ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. എന്താണ് ഹി ആസ്ക്ഡ് ആസ് വൈ വി ടാരീഡ്. ഞങ്ങൾ എന്തിനാ താമസിച്ചതെന്ന് അദ്ദേഹം അപ്പോൾ ചോദിച്ചു. ടാരീഡ് മീൻസ് താമസിച്ചു. എന്തുകൊണ്ടാണ് ഞങ്ങൾ താമസിച്ചത്? ഞങ്ങൾ മീൻസ് ഡോക്ടർ ഭീമറാവു അംബേദ്കർ ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് കസിൻസ്. ഇവർ എന്തുകൊണ്ടാണ് താമസിച്ചതെന്ന് അദ്ദേഹം ചോദിച്ചു. എന്താണ് അപ്പോൾ എന്താ വി ടോൾഡ് ഹിം ദാറ്റ് വി വർ ബൗണ്ട് ഓഫ് കൊറിഗാവ് ആൻഡ് ദാറ്റ് വി വർ വെയിറ്റിംഗ് ഫോർ ഫാദർ ഓർ ഹിസ് സെർവൻറ്റ് ടു കം. അപ്പോൾ എന്താ പറഞ്ഞത്, ഞങ്ങൾ കൊറിഗാവിലേക്ക് പോവുകയാണെന്നും എന്താ അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ സെർവൻറ്റോ എന്താണ് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ഛനോ അച്ഛൻ്റെ സെർവൻറ്റോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. But that neither had turned up and that we did not know how to reach Koregaon. ഇപ്പം എന്താണ് അവരെ കാണാൻ സാധിച്ചില്ല. കാരണം ഫാദറോ അല്ലെങ്കിൽ ഫാദറിൻ്റെ സെർവൻറ്റോ വരാമെന്ന് പറഞ്ഞിട്ട് അവരെ കാണാൻ സാധിച്ചിട്ടുമില്ല. പക്ഷെ എന്താ കൊറിഗാവിലേക്ക് എത്താൻ അവർക്ക് വഴി അറിയുകയുമില്ല. വി വർ വെൽ ഡ്രസ്ഡ് ചിൽഡ്രൻ. അവനെന്താണ് അവർ നന്നായി വസ്ത്രം ധരിച്ച കുട്ടികളായിരുന്നു. നല്ല വെൽ ഡ്രസ്ഡ് ആയിരുന്നു. ഫ്രം അവർ ഡ്രസ് ഓർ ടോക്ക് നോ വൺ കുഡ് മേക്ക് ഔട്ട് ദാറ്റ് വി വർ ചിൽഡ്രൻ ഓഫ് ദി അൺടച്ചബിൾസ്. എന്താണ് അവരുടെ വസ്ത്രത ഞങ്ങളെന്ന് പറയുന്നത് ഡോക്ടർ ഭീമറാവു അംബേദ്കർ ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് കസിൻസ് അവരാണ് ഞങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. But from our dress or talk or no could make out that we were children of the untouchables. അപ്പോൾ എന്താ അവരുടെ വസ്ത്രധാരണത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നിന്നോ എന്താണ് ഞങ്ങൾ തൊട്ടുകൂടാത്തവരുടെ മക്കളാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവരെന്താണ് കാസ്റ്റ് ബേസിൽ ഏറ്റവും ലോവർ ആയിട്ടുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. Indeed, the station master was quite sure we were Brahmin's children and was extremely touched at the plight in which he found us. അങ്ങനെ സ്റ്റേഷൻ മാസ്റ്റർ ബ്രാഹ്മണ മക്കളായിരുന്നു. അപ്പോൾ എന്താണ് സൊസൈറ്റിയിൽ ഹൈ സ്റ്റാറ്റസിലുള്ള അപ്പർ ക്ലാസ്സിലുള്ള ബ്രാഹ്മണസിൻ്റെ മക്കളായിരുന്നു സ്റ്റേഷൻ മാസ്റ്റർ. അപ്പോൾ എന്താണ് അവൻ നമ്മെ കണ്ടെത്തിയ ദുരവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് അവർ കണ്ടെത്തിയ ദുരവസ്ഥ അങ്ങേയറ്റം സ്പർശിച്ചു. കാരണം അവർക്ക് കൊറിഗാവിലേക്ക് എത്താനുള്ള വഴി അറിയില്ല. പിന്നെ ഫാദറോ അല്ലെങ്കിൽ ഫാദറിൻ്റെ സെർവൻറ്റോ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുമില്ല. അപ്പോൾ ഇവരാണെങ്കിൽ നന്നായി വെൽ ഡ്രസ്ഡ് ചെയ്ത നല്ല ചിൽഡ്രനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബ്രാഹ്മണായിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്റർക്ക് അവരെ വല്ലാതെ സ്പർശിച്ചു. നമ്മൾ പറയുമല്ലോ സങ്കടം വന്നു അവരെ കണ്ടപ്പോൾ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ വല്ലാണ്ട് സ്പർശിച്ചു. ആസ് ഈസ് യൂഷ്വൽ എമംഗ് ദി ഹിന്ദുസ്. അപ്പോൾ എന്താ ഹിന്ദുസിനെതിരെ പൊതുവായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എപ്പോഴും പതിവ് പോലെ സ്റ്റേഷൻ മാസ്റ്റർ എന്ത് ചോദിച്ചു? ദ സ്റ്റേഷൻ മാസ്റ്റർ ആസ്ക്ഡ് ആസ് ഹൂ വി വേർ. നിങ്ങൾ ആരാണെന്ന് സ്റ്റേഷൻ മാസ്റ്റർ എന്താ ഹിന്ദുസിനിടയിൽ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നതുകൊണ്ട് അവർ ചോദിക്കുന്നത് എന്താ ഏത് കാസ്റ്റാണ്, എങ്ങനെയുള്ള ആളാണെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ വിത്തൗട്ട് എ മൊമെൻറ്റ്സ് തോട്ട് ഐ ബ്ലർട്ടഡ് ഔട്ട് ദാറ്റ് വി വേർ മഹാറാസ്. എന്താണ് ഒരു നിമിഷം പോലും ഒരു മിനിറ്റ് പോലും നോക്കാതെ ഞങ്ങൾ മഹർമാരാണെന്ന് പറഞ്ഞു.
എന്താണ് മഹേഴ്സ്, അവർ മഹേഴ്സാണെന്ന് അവർ ഒരു നിമിഷം പോലും നോക്കാതെ അവരെന്ത് പറഞ്ഞു? വി വർ മഹേഴ്സാണെന്ന് പറഞ്ഞു. മഹർ ഈസ് വൺ ഓഫ് ദി കമ്മ്യൂണിറ്റീസ് വിച്ച് were ട്രീറ്റഡ് ആസ് അൺടച്ചബിൾസ് ഇൻ ദി ബോംബെ പ്രസിഡൻസി. അപ്പോൾ ബോംബെ പ്രസിഡൻസിയിൽ എന്താണ് അൺടച്ചബിൾസ് ആയി കണക്കാക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എന്ത് മഹർമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു? നിങ്ങൾ ആരാണെന്ന് സ്റ്റേഷൻ മാസ്റ്റർ ചോദിച്ചപ്പോഴേക്കും ഒരു മിനിറ്റ് പോലും ചിന്തിക്കാതെ അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ മഹർ ആളുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എന്തായി? ഹി വാസ് ടേൺഡ്, അദ്ദേഹം ഒന്ന് സ്തബ്ധനായി മീൻസ് ഒന്ന് നെട്ടിപ്പോയി. ഹിസ് ഫേസ് അണ്ടർവെൻ എ സഡൻ ചേഞ്ച്, അദ്ദേഹത്തിൻ്റെ ഫേസിൽ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായി. വി കുഡ് സീ ദാറ്റ് ഹി വാസ് ഓവർപവർഡ് ബൈ എ സ്ട്രേഞ്ച് ഫീലിംഗ് ഓഫ് റെപ്പൽഷൻ. അങ്ങനെ ഞങ്ങളും തികച്ചും പരിഭ്രാന്തരായി. അപ്പോൾ ആ യാത്രയുടെ തുടക്കത്തിൽ അവർക്ക് നല്ലൊരു സന്തോഷമൊക്കെ അനുഭവപ്പെട്ടിരുന്നു. കാരണം അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വന്നല്ലോ. അപ്പോൾ അവർക്ക് നല്ല സന്തോഷമൊക്കെ തോന്നിയിരുന്നു. അതൊക്കെ ഒരു സങ്കടത്തിന് വഴിയൊരുക്കി. As soon as he heard of my reply, he went away his room and we stood where we were 15 or 20 minutes elapsed. അപ്പോൾ അവരുടെ മറുപടി കേട്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി. സ്റ്റേഷൻ മാസ്റ്റർ ഇവർ മഹേഴ്സാണ് എന്നുള്ള ഇവരുടെ മറുപടി കേട്ടപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അവരോടൊന്നും മിണ്ടാതെ റൂമിലേക്ക് പോയിരുന്നു. എന്നിട്ട് 50 or 20 minutes elapsed. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കഴിഞ്ഞ ശേഷം the sun was almost setting. Our father had not turned or no had he sent his servant. അപ്പോഴെന്താണ് അവരുടെ ഫാദർ വരിക അല്ലെങ്കിൽ ഫാദറിൻ്റെ സെർവൻറ്റിനെ അയക്കൊന്നും ചെയ്തിട്ടില്ല. ആൻഡ് നൗ ദ സ്റ്റേഷൻ മാസ്റ്റർ ഹാഡ് ആൾസോ ലെഫ്റ്റ് us. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ തിരിച്ചു വന്നു. ദെൻ വി വർ ക്വൈറ്റ് bewildered. ഞങ്ങൾക്ക് എന്താണ് നിർദ്ദേശിച്ചത്? കാരണം വി വർ ക്വൈറ്റ് bewildered. ഞങ്ങൾക്ക് എന്താണ് നിർദ്ദേശിച്ചത്? ആൻഡ് ദി ജോയ് ആൻഡ് ഹാപ്പിനെസ്, അവർക്ക് കൊടുത്ത സന്തോഷം സങ്കടമൊക്കെ പോയതുകൊണ്ട് അവർ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് എന്താണ് നിർദ്ദേശിച്ചത്. വിച്ച് വി ഫെൽറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ജേർണി ഗേവ് വേ ടു എ ഫീലിംഗ് ഓഫ് എക്സ്ട്രീം സാഡ്നെസ്. അവർ യാത്രേൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് നല്ല ഹാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഫീലിംഗ് ഓഫ് എക്സ്ട്രീം സാഡ്നെസ്, അതൊക്കെ അവരെ സങ്കടത്തിലേക്ക് കൊണ്ടുപോയി. ആഫ്റ്റർ ഹാഫ് ആൻ അവർ ദ സ്റ്റേഷൻ മാസ്റ്റർ റിട്ടേൺ ആസ് ഹി വാട്ട് വി പ്രപ്പോസ്ഡ് ടു ഡു. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷൻ മാസ്റ്റർ തിരിച്ചു വന്നു. അപ്പോൾ ആദ്യം തന്നെ ഇവരുടെ ആൻസർ കേട്ട് ഇവർ മഹേഴ്സാണെന്ന് കേട്ടപ്പോൾ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ അകത്തേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അകത്തേക്ക് പോയതിൽ ഇവർക്ക് ആകെ സങ്കടമായി. കാരണം അവരുടെ ഫാദർ അല്ലെങ്കിൽ ഫാദറിൻ്റെ സെർവൻറ്റോ അവരെ കൂട്ടാനൊന്നും വന്നിട്ടില്ല. അവർക്ക് തുടക്കത്തിൽ ജേണീൻ്റെ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന ഹാപ്പിനെസ്സൊക്കെ പോയി. ഫീലിംഗ് ഓഫ് എക്സ്ട്രീം സാഡ്നെസ്, അവർക്ക് നല്ല സങ്കടം വന്നു. പിന്നെന്താ, ആഫ്റ്റർ ഹാഫ് ആൻ അവർ ദ സ്റ്റേഷൻ മാസ്റ്റർ റിട്ടേൺ ആൻഡ് ആസ്ക്ഡ് ആസ് വാട്ട് വി പ്രപ്പോസ്ഡ് ടു ഡു. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷൻ മാസ്റ്റർ തിരിച്ചു വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് എന്താണ് നിർദ്ദേശിച്ചതെന്ന് ചോദിച്ചു അവരോട്. വി സെഡ് ദാറ്റ് ഇഫ് വി കുഡ് ഗെറ്റ് എ ബുള്ളക്കോട്ട് ഓൺ ഹെയർ വി വുഡ് ഗോ ടു കൊറിഗാവ്. അപ്പോൾ ഞങ്ങൾക്ക് എന്താണ് നിർദ്ദേശിച്ചത്? കാളവണ്ടി വാടക കൊടുക്കുക കൊറിഗാവിലേക്ക്. അപ്പോൾ കൊറിഗാവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ബുള്ളക്കോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞു. ആൻഡ് ഇഫ് ഇറ്റ് വാസ് നോട്ട് വെരി ഫാർ വി വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് സ്ട്രേറ്റ് വേ. അത് വളരെ ദൂരെയാണെങ്കിലും അത് ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഇവരൊക്കെ ആഗ്രഹിച്ചു.
ദർ വെർ മെനി ബുള്ളക്കോട്ട്സ് പ്ലേയിങ് ഫോർ ഹെയർ. എന്താണ് അവിടെ വാടക കൊടുക്കുന്ന ഒരുപാട് ബുള്ളക്കോട്ട്സ് ഉണ്ടായിരുന്നു. ബട്ട് മൈ റിപ്ലൈ ടു ദ സ്റ്റേഷൻ മാസ്റ്റർ ദാറ്റ് വി where Mahas had gone round among the cartmen and not one of them was prepared to suffer being polluted and to demand himself carrying passengers of the untouchable classes. എന്താണ് അവരും ഞങ്ങൾ മഹർമാരാണെന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് ഒരു റിപ്ലൈ കൊടുത്തിരുന്നല്ലോ. ആ മറുപടി എന്താണ്, ഈ ബുള്ളക്കോട്ട്സിൻ്റെ മനുഷ്യർക്കിടയിലൊക്കെ എത്തിയിരുന്നു. അപ്പം എന്താ, അവരിൽ ഒരാൾ പോലും അവരുടെ വണ്ടി പൊല്യൂട്ടഡ് ആവാൻ മലിനീകരിക്കപ്പെടാനോ അല്ലെങ്കിൽ ഒരു അൺടച്ചബിൾ ക്ലാസ്സിലുള്ള ഒരാളെ അവരുടെ വണ്ടിയിൽ ബുള്ളക്കോട്ടിൽ കയറ്റി യാത്ര അയക്കാനൊന്നും അവർ തയ്യാറായില്ല. വി were prepared to pay double the fare but we found that money did not work. അപ്പം എന്താ, അവർക്ക് കൊറിഗാവിലെത്താൻ വേണ്ടി ഇരട്ടി ക്യാഷൊക്കെ മണിയൊക്കെ നൽകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും അവർക്കിടയിൽ എന്താ പറയുക വർക്കൗട്ടായില്ല. ദ സ്റ്റേഷൻ മാസ്റ്റർ ഹു വാസ് നെഗോട്ടിയേറ്റിംഗ് ഓൺ അവർ ബിഹാവ് സ്റ്റുഡ് സൈലൻറ്റ് നോട്ട് നോയിങ് വാട്ട് ടു ഡു. ഇപ്പം എന്താണ്, അവർക്കിടയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തിയപ്പോൾ എന്താ, അവരുടെ ചർച്ചയിൽ ഏർപ്പെട്ടിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ എന്ത് ചെയ്യണം എന്നറിയാതെ മിണ്ടാതെ നിന്നു എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് നമ്മൾ ഈ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത്, നമുക്കൊക്കെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ട് നമ്മളറിയുന്ന ഡോക്ടർ ഭീമറാവു അംബേദ്കർ അല്ലേ. ഭീമറാവു അംബേദ്കർ ആരാണ്? ഫാദർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ഭീമറാവു അംബേദ്കർ ഫേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളൊരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഭീമറാവു അംബേദ്കർ അദ്ദേഹം ഗ്രേറ്റസ്റ്റ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യയിലെ ഗ്രേറ്റസ്റ്റ് ലീഡറായിരുന്നു. അദ്ദേഹം കാസ്റ്റ് ബേസിൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്ത എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഷോർട്ട് സ്റ്റോറിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് 1901 അദ്ദേഹത്തിന് 9 years ഓൾഡായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാദർ ഇന്ന് മഹാരാഷ്ട്രയിലുള്ള കൊറിഗാവ് എന്നുള്ള പ്ലേസിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവാനുള്ള വേണ്ടി നിൽക്കുന്നു അംബേദ്കറും അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സും ആൻഡ് കസിൻസ്. അവരൊരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടും അവർക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ വന്നു അവരോട് സംസാരിച്ചു. അപ്പോൾ ഇവർ നന്നായി ഡ്രസ്സൊക്കെ ചെയ്ത് നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അവരോട് ഇവരൊരു അൺടച്ചബിൾസ് ആയ ആളുകളല്ല, അവർ നല്ല ആളുകളാണെന്നുള്ള രീതിയിൽ സ്റ്റേഷൻ മാസ്റ്റർ സംസാരിച്ചു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഹിന്ദുസിൻ്റെ ഇടയിൽ പൊതുവായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ ആസ്ക് ചെയ്തു അവരോട്, നിങ്ങൾ ആരാണ് എന്നുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞു, വി വേർ മഹേഴ്സ്, ഞങ്ങൾ മഹർമാരാണ്. മഹർമാരെന്ന് പറഞ്ഞാൽ ആരാ? മഹർ ഈസ് ദ വൺ ഓഫ് ദി കമ്മ്യൂണിറ്റി വിച്ച് വേർ ട്രീറ്റഡ് ആസ് അൺടച്ചബിൾ ഇൻ ദി ബോംബെ പ്രസിഡൻസി. ബോംബെ പ്രസിഡൻസിയിലുള്ള അൺടച്ചബിൾസ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് മഹർസ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു, ഹിസ് ഫേസ് അണ്ടർവൺ ആസ് സഡൻ ചേഞ്ച്. അദ്ദേഹത്തിൻ്റെ ഫേസിലൊക്കെ ചേഞ്ച് വന്നു. ഇവർ കൊടുത്ത മറുപടി അദ്ദേഹത്തിന് ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. കാരണം അദ്ദേഹം എന്തായിരുന്നു, സ്റ്റേഷൻ മാസ്റ്റർ ആസ് എ ഒരു ബ്രാഹ്മണായിരുന്നു. then ആ മറുപടി കേട്ട ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അവിടുന്ന് പോയി. അപ്പോൾ അവർക്കാകെ സങ്കടമായി. കാരണം അവർക്ക് ആ യാത്രയിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ സന്തോഷമൊക്കെ പോയി. അവരെന്ത് ചെയ്തു, ഫീലിംഗ് ഓഫ് എക്സ്ട്രീം സാഡ്നെസ് ഒക്കെ വന്നു. പിന്നെ ഒരു 1/2 hour കഴിഞ്ഞപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ റിട്ടേൺ വന്നിട്ട് അവരോട് ഇനി എന്താണ് ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു, ബുള്ളക്കോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് കൊറിഗാവിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഈ സ്റ്റേഷൻ മാസ്റ്ററോട് ഇവർ മഹർമാരാണെന്ന് പറഞ്ഞത് അപ്പോഴേക്കും അവിടെ എല്ലാവരും അറിഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് ബുള്ളക്കോട്ടുണ്ട് വാടകയ്ക്ക് കൊടുക്കണേ. പക്ഷെ അവർ വാടകയ്ക്ക് കൊടുക്കണ ബുള്ളക്കോട്ട് ഇവർക്ക് കൊടുക്കാൻ തയ്യാറായില്ല. കാരണം അവരുടെ ബുള്ളക്കോട്ട് പൊല്യൂട്ടഡ് ആവും. അതുപോലെ അൺടച്ചബിൾസ് ക്ലാസ്സിലുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ അവർ തയ്യാറായില്ല. അപ്പോൾ ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ മിണ്ടാതെ നിന്നു എന്നാണ് പറയുന്നത്. ഈ സ്റ്റോറി എവിടുന്നാണ് കിട്ടിയത്? ഡോക്ടർ BR അംബേദ്കർ റൈറ്റിംഗ്സ് ആൻഡ് സ്പീച്ചസ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സ് ആൻഡ് സ്പീച്ചസിൽ നിന്ന് ബുക്കിൽ വോളിയം 12 ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എഡിറ്റഡ്
മൂൺ ബോംബെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്ര. അപ്പോൾ എന്താണ് അന്നത്തെ കാലത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. എന്താണ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു അന്നത്തെ പീപ്പിൾ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഹു ഈസ് B.R. Ambedkar? Dr. Bhimrao Ambedkar is considered the father of the Indian Constitution and also the best known leader of the Dalit. അപ്പോൾ എന്താണ് നമ്മളെ ഫാദർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദറായ ഭീമറാവു അംബേദ്കർ ഏതാണ്, ലീഡർ ഓഫ് ദി ദളിത്. ദളിത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ, ഷെഡ്യൂൾഡ് കാസ്റ്റ് SC വിഭാഗത്തെയാണ് നമ്മൾ ദളിത് എന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലീഡറായിരുന്ന B.R. അംബേദ്കർ ദളിത് ഗ്രൂപ്പിൻ്റെ ലീഡറായിരുന്നു. ഡോക്ടർ അംബേദ്കർ ഫോർട്ട് ഫോർ ദി റൈറ്റ്സ് ഓഫ് ദി ദളിത് കമ്മ്യൂണിറ്റി. ദളിത് കമ്മ്യൂണിറ്റീസിന് കിട്ടേണ്ട റൈറ്റ്സ്, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹി വാസ് ബോൺ ഇൻ ടു ദ മഹർ കാസ്റ്റ്. അദ്ദേഹം ഏത് കാസ്റ്റിലാണ് ബോൺ ചെയ്തത്? മഹർ കാസ്റ്റ്, വിച്ച് വാസ് കൺസിഡേർഡ് അൺടച്ചബിൾ. അവർ ഒരു അൺടച്ചബിൾ, തൊട്ടുകൂടാത്തവരായിട്ടുള്ള ഗ്രൂപ്പായിരുന്നു. ദ മഹർ വേർ പുവർ ഓൺ നോ ലാൻഡ് ആൻഡ് ചിൽഡ്രൻ ബോൺ ടു ദം ആൾസോ ഹാഡ് ടു ഡു ദ വർക്ക് ദെയർ പാരൻസ് ഡിഡ്. ദ ലിവ് ഇൻ സ്പേസ് ഔട്ട്സൈഡ് ദ മെയിൻ വില്ലേജ് ആൻഡ് വി വെർ നോട്ട് അലൗഡ് ഇൻ ടു ദ വില്ലേജ്. അവർക്ക് എന്താണ്, അവർ പാവപ്പെട്ട പുവറായിട്ടുള്ള, ഈ മഹർസ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളായിരുന്നു. അപ്പോൾ അവർക്ക് എന്താ വില്ലേജിൽ നിന്ന് പുറത്തു പോകാൻ അങ്ങനെയൊന്നും കഴിയാതെ എന്താ അവരുടെ പാരൻസ് എന്ത് വർക്കാണോ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പാരൻ്റ് എന്താണ് ഫാർമറാണെങ്കിൽ അതേ ഫാർമറായിട്ട് തന്നെ അവരുടെ എന്താ മക്കളും വളരണം എന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ദെൻ എന്താ ഡോക്ടർ അംബേദ്കർ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഫ്രം ഹിസ് കാസ്റ്റ് ഹു കംപ്ലീറ്റഡ് ഹിസ് കോളേജ് എഡ്യൂക്കേഷൻ ആൻഡ് വെൻറ്റ് ടു ഇംഗ്ലണ്ട് ടു ബിക്കം എ ലോയർ. അപ്പോൾ എന്താണ്, അംബേദ്കർ ആണ് അവരുടെ മഹർ ഗ്രൂപ്പിൽ നിന്ന് ഫസ്റ്റായിട്ട് ആ മഹർ കാസ്റ്റിലുണ്ടായിരുന്നതിൽ ഫസ്റ്റായിട്ട് കോളേജ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് അംബേദ്കർ ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ട് ടു ബിക്കം എ ലോയർ, ഒരു ലോയറൊക്കെ ആയി. ഹി എൻകറേജ് ദളിത് ടു സെൻഡ് ദെയർ ചിൽഡ്രൻ ടു സ്കൂൾ ആൻഡ് കോളേജ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ഈ മഹർസിലുണ്ടായിരുന്ന ദളിത് കുട്ടികളുണ്ടല്ലോ, ഈ ദളിത് കുട്ടികളെ എന്ത് ചെയ്തു, സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ അയച്ചു. ഹി ആൾസോ ഏർജ്ഡ് ദളിത് ടു ടേക്ക് ഓൺ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗവൺമെൻറ് ജോബ്സ് ഇൻ ഓർഡർ ടു മൂവ് ഔട്ട് ഓഫ് ദി കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റം ഒക്കെ ഒഴിവാക്കിയിട്ട് ഈ ദളിതർക്കുണ്ടല്ലോ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോബ്സൊക്കെ അദ്ദേഹം നൽകി. ഹി ലെഡ് മെനി എഫേർട്ട് ഓഫ് ദളിത് ടു ഗെയിൻ എൻട്രി ഇൻ ടു ടെമ്പിൾസ്. അപ്പം എന്താ, ദളിതായ ആളുകൾക്ക് ടെമ്പിൾസിലേക്കൊന്നും എൻട്രി ഉണ്ടായിരുന്നില്ലല്ലോ, അതൊക്കെ ഒഴിവാക്കി ദളിതർക്ക് ടെമ്പിൾസിൽ പോവാം എന്നുള്ളത് രീതിയിലേക്ക് ചേഞ്ച് കൊണ്ടുവന്നത് ആരാണ്? ഡോക്ടർ B.R. അംബേദ്കർ. ലേറ്റർ ഇൻ ലൈഫ് ഹി കൺവേർട്ടഡ് ടു ബുദ്ധിസം in his search of a religion that treated all members equally. അപ്പം എന്താണ്, ബുദ്ധിസത്തിൽ എന്താണ് പറഞ്ഞത്, എല്ലാ മതങ്ങൾക്കും ഒരേ റോളാണ് ബുദ്ധിസത്തിൽ കൊടുക്കുന്നത്. അത് കണ്ടുകൊണ്ട് എന്ത് ചെയ്തു, ഓൾ മെമ്പേഴ്സ് ഈക്വലി, എല്ലാ ആളുകളെയും ഈക്വലായിട്ട് കണ്ടു. ഡോക്ടർ അംബേദ്കർ ബിലീവ്ഡ് ദാറ്റ് ദളിത് മസ്റ്റ് ഫൈറ്റ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് വർക്ക് ടുവാർഡ്സ് എ സൊസൈറ്റി ബേസ്ഡ് ഓൺ റെസ്പെക്ട് നോട്ട് ജസ്റ്റ് ഫോർ എ ഫ്യൂ ബട്ട് ഫോർ ഓൾ പേഴ്സൺസ്. അപ്പം എന്താണ്, ഒരുപാട് ആളുകൾക്ക് കാസ്റ്റ് ബേസിൽ ഉണ്ടായിരുന്നതിൽ നിന്നും മാറിയിട്ട് സൊസൈറ്റിയിൽ റെസ്പെക്റ്റ് കൊടുക്കാനും അതിനനുസരിച്ചൊരു ലൈഫ് ഫോളോ ചെയ്ത് പോകാനൊക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഡോക്ടർ B.R. അംബേദ്കർ. കാരണം അദ്ദേഹം തന്നെ ഈ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തു. അത് എക്സ്പീരിയൻസ് ചെയ്ത അദ്ദേഹം ബിക്കം എ ലോയർ, ഒരു ലോയറൊക്കെ ആയി മാറി. എന്തായി, ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫാദറൊക്കെ ആയി മാറിയതിന് ശേഷം ദളിത് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തു. അങ്ങനെ ദളിത് ഗ്രൂപ്പിന് എന്ത് ചെയ്തു, സൊസൈറ്റിയിൽ അവരുടെ സ്റ്റാറ്റസ് ഹൈ ചെയ്ത് അവരുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാനും അവർക്ക് റെസ്പെക്റ്റ് കിട്ടാനും വേണ്ടിയിട്ടുള്ള എല്ലാ വർക്കും ചെയ്യാൻ
ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന ഒരാളായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ. കാരണം ദളിത് വിഭാഗത്തിന് അന്നൊന്നും എഡ്യൂക്കേഷൻ കിട്ടാറില്ലായിരുന്നു. കാരണം നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ പാരൻസ് എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി തന്നെ ചെയ്യാൻ അവർ നിർബന്ധിതരാവുമായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി അവിടുത്തെ ചിൽഡ്രനെ സ്കൂളിലേക്കും അതുപോലെ കോളേജിലേക്കൊക്കെ അയച്ചിട്ട് അവർക്ക് എഡ്യൂക്കേഷനൊക്കെ കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തതും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ. അപ്പോൾ ടുഡേ വി ആർ കംപ്ലീറ്റഡ് ഇൻ അവർ ക്ലാസ്. ടുഡേ വി ഡിസ്കസ് എ സ്മോൾ ടോപ്പിക് ആൻഡ് എ ഷോർട്ട് സ്റ്റോറി ഓഫ് ദി എക്സ്പീരിയൻസ് ഓഫ് Dr. B. R. Ambedkar. Do you understand in our class? Okay, bye.